പ്രൈസ് ദി ലോർഡ്. ആത്മാവിൻ്റെ അനശ്വര ഗീതങ്ങൾ ക്രൈസ്തവർ സഭാഭേദമന്യേ പാടി ആരാധിക്കുന്ന പഴയകാല ക്രൈസ്തവ ഗാനങ്ങൾക്ക് പിന്നിലുള്ള ജീവിത അനുഭവങ്ങളിലൂടെ ഒരു യാത്ര. ക്രിസ്ത്യാനികളുടെ വീടുകളിൽ ദിവസേന പാടുന്ന ഒരുപിടി നല്ല ഗാനങ്ങളുടെ ഉറവിടം നമ്മൾ അന്വേഷിച്ചാൽ അത് ചെന്ന് നിൽക്കുന്നത് വേറെ എങ്ങുമല്ല, നമ്മൾക്കെല്ലാവർക്കും പ്രിയങ്കരനായ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശിയിലായിരിക്കും. 1883 ഇട്ടിയുടെയും മറിയാമ്മയുടെയും മകനായി ജനിച്ചു. 11-ാം വയസ്സിൽ അദ്ദേഹം തൻ്റെ ജീവിതം കർത്താവായ യേശു ക്രിസ്തുവിൽ സമർപ്പിച്ചു. 17-ാം വയസ്സിൽ സുവിശേഷ വിലയ്ക്ക് വേണ്ടി സ്വയം സമർപ്പിച്ചു. നമ്മളെയൊക്കെയും ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ക്രിസ്തീയ ഗാനം ഏതെന്ന് ചോദിച്ചാൽ നമുക്ക് നിഷ്പ്രയാസം പറയുവാൻ സാധിക്കും, ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ കയ്യിൽ തന്നാൽ. ഈ ഗാനം ഉപദേശി രചിക്കുവാനുള്ള സാഹചര്യം നമുക്കൊന്ന് നോക്കാം. നിങ്ങളിൽ പലർക്കും ഇതറിയാമെങ്കിലും ഒരിക്കൽ കൂടി നമുക്കതിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്കൊന്ന് പോകാം. ഒരിക്കൽ ഉപദേശി സുവിശേഷ പ്രസംഗം നടത്തുന്നതിനിടയിൽ ഒരു ശുശ്രൂഷകൻ അദ്ദേഹത്തിന് ഒരു കുറിപ്പ് നൽകി. അതിൽ ഇപ്രകാരം എഴുതിയിരുന്നു: ഉപദേശി, താങ്കൾ പ്രസംഗം നിർത്തിയാലും, എന്തെന്നാൽ അങ്ങയുടെ 2ാമത്തെ മകൻ സാമുവേൽ കുട്ടി വെറും 7 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞ് ലോകത്തോട് വിട പറഞ്ഞിരിക്കുന്നു. ആ വചനഘോഷണം കംപ്ലീറ്റ് ചെയ്ത ശേഷം തൻ്റെ സഞ്ചിയും തോളിലിട്ട് പതിവ് പോലെ വേദപുസ്തകം തൻ്റെ മാറോട് ചേർത്ത് പിടിച്ച് വചനങ്ങൾ പറഞ്ഞും സ്തുതിഗീതം ആലപിച്ചും കൊണ്ട് ഭവനത്തിലേക്ക് നടന്നു. കരഞ്ഞു കലങ്ങിയ ബന്ധുമിത്രാദികളുടെ നടുവിൽ ജീവനേറ്റ തൻ്റെ പൊന്നോമന മകനെ കണ്ട് അദ്ദേഹം ആകാശത്തേക്ക് നോക്കി സ്തുതിഗീതമായി ഉപദേശിയുടെ അതിരങ്ങളിൽ കൂടി പുറത്തു വന്നു. അതാണ് ദുഃഖത്തിൻ്റെ പാനപാത്രം എന്ന ഗാനം. ഈ ഗാനം അന്നും ഇന്നും അനേകർക്ക് ആശ്വാസം നൽകുന്നു. തകർന്ന ഹൃദയങ്ങൾക്ക് പ്രത്യാശയേകി ആശ്വാസത്തിന്റെ പുതുജീവൻ നൽകുന്നു ഈ ഗാനം. സ്വപുത്രൻ മരിച്ചു കിടക്കുമ്പോൾ ഇതുപോലെ ഒരു ഗാനം പ്രത്യാശയോടുകൂടി പാടണമെങ്കിൽ അത് പ്രത്യേക അഭിഷേകമുള്ള ഒരു അഭിഷിക്തന് മാത്രമേ സാധിക്കൂ. അതായത് ഇവിടെ ദുഃഖത്തിന്റെ പാനപാത്രം എന്ന് പറയുന്നത് സ്വന്തം മകന്റെ വേർപാടാണ്. അതാണെങ്കിലും സന്തോഷത്തോടെ അത് സ്വീകരിച്ച് എൻ്റെ കർത്താവിന് ഹല്ലേലൂയ പാടുമെന്നാണ് ഭക്തൻ പാടുന്നത്. മാനുഷികമായി ചിന്തിച്ചാൽ ദൈവമേ, എന്തുകൊണ്ട് ഉപദേശിക്ക് ഇത് സംഭവിച്ചു എന്ന് തോന്നിപ്പോകും. പക്ഷേ അവിടെയും ഭക്തൻ പാടി, ദോഷമായിട്ടൊന്നും എൻ്റെ താതൻ എന്നോട് ചെയ്യുകയില്ല എന്ന്. ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച ഒരാൾക്ക് എല്ലാം നഷ്ടമാകുമ്പോൾ, അതായത് രോഗമോ കഷ്ടമോ പട്ടിണിയോ വേർപാടോ ജീവിതത്തിൽ വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണമെന്ന് ഇതിലും മനോഹരമായി ആർക്കും വർണ്ണിപ്പാൻ സാധ്യമല്ല. ഉപദേശിയെ പറ്റി പറഞ്ഞാൽ കർത്താവിൻ്റെ ക്രൂശുമെടുത്ത് പിറകോട്ട് തിരിഞ്ഞു നോക്കാതെ ഗുരുവിൻ്റെ പുറകെ പോയ വിശ്വസ്ത ദാസനാണ് സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി. അദ്ദേഹം 1945 നവംബർ 30-ാം തീയതി രാവിലെ 8:45 ഈ ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു. ഉപദേശിയോടുള്ള ബഹുമാന സൂചകമായി അദ്ദേഹം അനുഭവത്തിൽ നിന്ന് രചിച്ച കുറച്ച് ഗാനങ്ങൾ ഇവിടെ ആലപിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.